ദേശത്തിന്റെ പ്രതിരോധം എന്ന ക്രമത്തിലാണ് കോവിലൻ ട്രസ്റ്റ് ഇത്തവണത്തെ കോവിലൻ അനുസ്മരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ എല്ലാ സഹോദരരെയും ഹാളിലേക്ക് ഞങ്ങൾ സംഘടിപ്പിക്കും. മഹാകഥാകാരൻ കോവിലന്റെ രണ്ടാം അനുസ്മരണം ദേശം എടുത്ത് പ്രതിരോധം എന്ന നാമധേയത്തിൽ കോവിലൻ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന തട്ടക പെരുമയുടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നു. പിറന്ന മണ്ണിൽ നിന്ന് എത്ര ദൂരം നാം പോകുന്നേ ഞങ്ങൾക്കൊക്കെ പിറന്നൊരു ഊരി പോകണമെന്നേ വളർന്നൊരാളായാണ് ആറ്റു രവിവർമ്മ. പിറന്നു വീണിടമാണ് ഒരുവരുടെ ദേശം. ആദ്യം നിലാവ് കണ്ടതും കടൽ കണ്ടതും വല കയറിയതും അവിടെ നിന്നത് അന്ത്യം വരെ അഭയമുദ്രയായി സ്വന്തം ദേശം എന്നോടും നിങ്ങളോടും ഒപ്പം. ദേശത്തെ എഴുതിയ കോവിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഒരു പ്രദേശത്തിന്റെ വിത്ത് ആ പ്രദേശത്തിന്റെ സങ്കടത്തിന്റെ കരയിലേക്ക് അലകടലിൽ പോലെ ഒഴുകി ഏഴാമിടങ്ങൾ ഭരത് ഏഴ് വൈകാരികതയിൽ പടർന്നു വലിപ്പം വരുന്ന തട്ടൽ കോവിയൻ സൗന്ദര്യാവുകയെ കോവിയന്റെ രണ്ടാം അനുസ്മരണം തട്ടക പെരുക്കമാകുന്നു, തട്ടക പെരുമയാകുന്നു. ചരിത്രത്തിന് ഒക്കെ അന്വേഷിച്ചു ചെല്ലുകയാണെങ്കിൽ കണ്ടാണിശ്ശേരി ദേശത്തേക്ക് ബാക്കി കേരളത്തിന്റെ ദേശമർമ്മനങ്ങളെ തോൽപ്പിയെഴുതുകയാണെങ്കിൽ തട്ടക പെരുമയ്ക്ക് സ്വാഗതം പറയുന്നത് കോവിലന്റെ മകളും കോവിലൻ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയുമായ പ്രൊഫസർ VA വിജയ. അച്ഛനെ ഓർത്തുകൊണ്ട് യോഗ നടപടികളിലേക്ക് കടക്കട്ടെ. കോവിലനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഒത്തുചേർന്നിട്ടുള്ള വേദിയിലും സദസ്സിലുമുള്ളവർക്ക് നമസ്കാരം. മെയ് 31 വ്യാഴാഴ്ച വൈകിട്ട് ഉദ്ഘാടനം ചെയ്ത സമകാലീന നാടക പരിശീലന കളരിയും ജൂൺ 1, 2, 3 തീയതികളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനങ്ങളും കോവിലൻ എന്ന മാനവികനെ മനസ്സിലാക്കിയവർക്കും ഇനി മനസ്സിലാക്കാൻ പോകുന്ന പുതിയ തലമുറക്കാർക്കും വേണ്ടിയുള്ളതാകുന്നു. ദേശത്തെയും ദേശത്തെ മനുഷ്യരെയും ഓരോ അണുവിലും തിരിച്ചറിഞ്ഞിരുന്നു അച്ഛൻ. കൃതികൾ മനുഷ്യ കഥാനുഗായികൾ എന്ന് രണ്ടർത്ഥത്തിലും ഞാൻ കൂടുതലായി പോയോ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. കോവിലനെ യോജിക്കുന്നു. കോവിലനെ ഓർക്കുമ്പോൾ ദേശത്തെ എഴുതിയവരുടെ ഒത്തുചേരൽ ഏറെ പ്രസക്തമാണെന്ന് കരുതുന്നു. അവരവരുടെ തട്ടകങ്ങളുടെ എഴുത്തുകാരാണ് തട്ടകപ്പെരുമയുടെ ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തട്ടകങ്ങളുടെ നഷ്ടം ഒരു മുറവിളിയായി മാറുന്ന വർത്തമാനകാലത്തിൽ തട്ടകങ്ങളുടെ വീണ്ടെടുപ്പുകൾ നടത്തിയവർ ഒത്തുചേരുന്ന ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കോവിലൻ ട്രസ്റ്റിന്റെ രക്ഷാധികാരി കൂടിയായ അച്ഛൻ ഏറെ സ്നേഹിക്കുന്ന, അച്ഛനോട് ഏറെ സ്നേഹമുള്ള പുനത്തിൽ കുഞ്ഞപ്പിള്ളയാകുന്നു. ഒരു ദേശത്തിന്റെ ചിത്രം സ്മാരകശിലകളിൽ നമുക്കെല്ലാവർക്കും അറിയാം കുത്തി വെച്ച് നമുക്ക് എന്നും സൂക്ഷിക്കാനായി മലയാളത്തിന്റെ ശേഷിപ്പുകളാക്കി മാറ്റിയിട്ടുള്ള ആ പ്രിയപ്പെട്ട കഥാകാരനെ ഈ യോഗത്തിന്റെ അധ്യക്ഷ പദത്തിലേക്ക് ഞാൻ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
ഈ യോഗത്തിന് ഒരു പുതുമ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെ സന്നിഹിതരായിട്ടുള്ള 5 പേർ ചേർന്നാണ്. ഈ 5 പേർ എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ ആശയം ഈ ഉദ്ഘാടന കർമ്മം പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിച്ച് ഈ 3 പേരും കൂടിച്ചേർന്ന് ചെയ്യട്ടെ എന്നാണ് ആഗ്രഹം. മണ്ണിനെയും ജലത്തെയും വായുവിനെയും ആകാശത്തെയും എല്ലാത്തിനുമുപരി അഗ്നിയെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ 5 പേരെ ഈ യോഗ നടപടികൾ ഉദ്ഘാടനം ചെയ്യും. ഇതിൽ ഓരോരുത്തരും നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. സാറ ടീച്ചർ നമ്മളുടെ അടുത്തുണ്ട്. സാറ ടീച്ചറുടെ കഥാലോകത്തിലൂടെയും എന്നും നമ്മളെ ഏത് പ്രശ്നങ്ങളിലും പ്രതികരണത്തിലൂടെ നമ്മളെ എന്നും ഉത്തേജിപ്പിച്ചിട്ടുള്ള സ്ത്രീ ശക്തിയാണ് എന്ന് നമ്മളുടെ മുന്നിൽ രൂപമാർജിച്ചു നിൽക്കുന്ന സാറ ടീച്ചറെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദിവാസികൾ ഉൾപ്പെടുന്ന അധസ്ഥിത വർഗം നേരിടുന്ന ചൂഷണത്തിനും മർദ്ദനത്തിനുമെതിരെ ശക്തമായി പ്രതികരിച്ച നമുക്കൊക്കെ പണ്ട് വളരെ നമ്മളെയൊക്കെ ഉത്തേജിപ്പിച്ച നാട്ടുഗതികയിലൂടെ മലയാള മനസ്സിലെ വലിയ സ്ഥാനമുള്ള മാവേലി മന്ത്രം സ്വപ്നം കാണുന്ന KJ ബേബി ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാസർഗോഡ് എന്ന് കേട്ടാൽ നമുക്ക് ഇപ്പോൾ പേടിയാണ്. എൻഡോസൾഫാൻ ദുരിതം വിതച്ച നാട്, ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവരുടെ നാട്. ആ നാട്ടിൽ നിന്ന് വരുന്ന മലയാളത്തിന്റെ പുതുകാലത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ അംബികാസുധൻ മാങ്ങാട് നമ്മളുടെ മുന്നിൽ എത്തി നിൽക്കുന്നു. ഒരു ദേശത്തിന്റെ പ്രതിനിധിയായിക്കൊണ്ട് അംബികാസുധൻ മാങ്ങാടിനെ ഞാൻ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. CB രാമകൃഷ്ണൻ ഞങ്ങളുടെ അടുത്ത നാട്ടുകാരൻ, അച്ഛനോട് ഏറെ അടുത്ത് ഇടപഴകിയിട്ടുള്ള വ്യക്തി. ഫ്രാൻസിസ് ഇട്ടിക്കോരയെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന് ഇന്റർനെറ്റിന്റെ ആകാശ കാഴ്ചകളിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ടുള്ള ഈ CB രാമകൃഷ്ണൻ നേരത്തെ തന്നെ ഇവിടെ വന്നു ചേർന്നിരുന്നു. 1 മണിക്കൂറോളമായി അദ്ദേഹം ഇവിടെ വന്നത് ഞാൻ കണ്ടതാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ഔപചാരികമായ ഈ സമ്മേളനത്തിൽ അതിന്റെ വാർത്തകളേറെ പ്രധാനമാണ്. വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ആ വാർത്തകൾക്ക് വേണ്ടി എത്തിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകരെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാഹിത്യ അക്കാദമിയുടെ ഈ വേദി കോവിലൻ ട്രസ്റ്റിന്റെ കോവിലൻ അനുസ്മരണ പരിപാടികൾക്കായി അനുവദിച്ചു തന്നിട്ടുള്ള അക്കാദമിയുടെ എല്ലാ ഭാരവാഹികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവർക്ക് ഞാൻ ഇത് അനവസരമാണോ പറഞ്ഞുള്ള നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. ഇതോടൊപ്പം എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ കുറച്ചു നേരം മുഹമ്മദ് ഇബ്രാഹിം എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടുകാരന്റെ കിതാബ് വായന കേട്ടു. വളരെ പ്രശമനത്വത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ കൊണ്ടുപോയ ആ വലിയ കലാകാരനെ നന്ദി പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. എല്ലാവരെയും, എല്ലാ സദസ്യരെയും
ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വാണിയംകുളം തന്ന അലറിപ്പറയിൽ കുപ്പിട്ട് കട്ടറയിൽ മലവാഴിയെ തൊഴുത് കലരിക്കോടൻ മല കണ്ട് ഉള്ളൂട്ടിയും കമ്മളൂട്ടിയും 3 പരിപാലകർ ചോരക്കുളങ്ങര ഭഗവതി എരിക്കാവിൽ വാഴയെത്തി സാക്ഷാൽ കുത്തപ്പൻ മതി തട്ടകം സമ്പൂർണ്ണ. ഏതൊരു മലയാളിയും ഏതൊരു മനുഷ്യനും ആത്മരക്ഷയ്ക്ക് തൊടാവുന്ന അകലം. തട്ടകത്തിന്റെ മണ്ണ് ഇപ്പോൾ ഒരു പെണ്ണിന്റെ കയ്യിൽ, സാധാ ജോസഫിന്റെ കയ്യിൽ തിരുവുന്നത് കോവിലന്റെ മകൾ പ്രൊഫസർ BA വിജയ. തട്ടകത്തിന്റെ ജലം കടലിലാളുള്ള ഭൂമിയുണ്ടെങ്കിൽ പുലത്തിൽ കുഞ്ഞപ്പുള്ളയ്ക്ക് ഒഴുകുന്നത് കോവിലൻ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി KD ആജു. തട്ടകത്ത് വളരുന്ന തീ വയനാടൻകാടിലെ KD കൊടുത്തിരിക്കുന്നത് ജനറൽ കൺവീനർ PA അശോകൻ. കണ്ണീരുമുള്ള എമ്മകളുടെ കാറ്റുമായി ഏറ്റവും നിർഭാഗ്യത്തിനെതിരെ പൊരുന്നു അംബികാസുതൻ പങ്കാളികൾ കാറ്റ് വീശി പകരുന്നത് പ്രൊഫസർ PJ കഴിഞ്ഞു. ഇതിക്കോരാമിന്റെ പിടലിക്ക് പിടിച്ച് പുതുകാല സ്വർണ്ണസങ്കടം കണ്ട ഗിരിരാമകൃഷ്ണനിൽ ആകാശത്തിന്റെ സൈവ സൗന്ദര്യം കൈമാറുന്നത് കോവിലന്റെ സ്വന്തം മാറ്റി. ലോകസാധ്യം പഞ്ചഭൂതങ്ങൾ അരങ്ങത്ത്, ലോകസാധ്യം പഞ്ചഭൂതങ്ങൾ അരങ്ങത്ത്. തട്ടകപ്പെരുമ തടാകശ്ശേരിയിലെ പഞ്ചഭൂതങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഒറ്റയുള്ള തീപ്രാവേഗങ്ങളിൽ കുഞ്ഞത്തുള്ളവരുടെ കഥന വൈഭവം വളർന്നുവെന്നും സദ്ധൻ കോവിലൻ അടിവരയിട്ട് മതി. അധ്യക്ഷ പ്രസംഗത്തിനായി മലയാളത്തിന്റെ അനുസ്വര കഥാകാരൻ പുലത്തി കുഞ്ഞത്തുള്ളവർ പ്രിയപ്പെട്ട കുഞ്ഞിക്കായി ഞങ്ങൾ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സദസ്സിലും വേദിയിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സദസ്സിലിരിക്കുന്നവരെ പ്രത്യേകിച്ച് ഓരോരുത്തരെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇതൊരു സാധാരണ ഒരു പ്രസംഗങ്ങളിലൊക്കെ എല്ലാവരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ഓരോ പ്രാർത്ഥനകളും പേരെടുത്ത് പറഞ്ഞിട്ട് നമ്മൾ പ്രേക്ഷകരെ എന്തെങ്കിലും കേരളക്കാരെ മുൻപിട്ടു. നേരിട്ട് പറയാൻ ഒത്തില്ല. സാറിന് വിജയ എന്റെ മകളാണ്, വിജയ എന്റെ മകളാണ്. കോവിലന്റെ മകള് എത്തിക്കൊറയുന്നത് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നത്. എനിക്കൊരു അഭ്യർത്ഥന, എന്നെ ആരും പേരെടുത്ത് പറയരുത്, എല്ലാവരും പേരെടുത്ത് പറഞ്ഞു. ഇന്നിവിടെ ഞാൻ വന്നതിന്റെ ഒരു വലിയ ഒരു ദൗത്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഇങ്ങനൊരു അവസരം ഉണ്ടാകുമെന്ന് എന്നോട് പറഞ്ഞത് കോവിലിന്റെ കുടുംബക്കാരാണ്. കോവിലിന്റെ മകൻ അതെ അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിന് ജോലിയുടെ കാര്യത്തിൽ അദ്ദേഹം
ഗൾഫിൽ ദുബായിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വിജയങ്ങളുടെ അവരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം അവരില്ലെങ്കിലും ഗോപനം ഇല്ല, ഗോപനമില്ല. പക്ഷെ ഗോപനം ഇല്ലെങ്കിലും ഞാൻ ഇവിടെ വരും. കാരണം എനിക്കൊരു ജീവിതം തന്ന ആളാണ് ഗോപനം. വളരെ ചെറുപ്പത്തിൽ 40 വർഷം മുമ്പ്, പിന്നെ 50 വർഷങ്ങൾക്ക് മുമ്പ് കഥ എഴുതാൻ തുടങ്ങിയ ഒരു ചെറിയ കുട്ടിയാണ്. 50 വർഷം പറഞ്ഞിട്ട് 10-12 വയസ്സുണ്ടാവും. 50 വർഷങ്ങൾക്ക് മുമ്പ് കഥ എഴുതാൻ തുടങ്ങിയ ഒരു കുട്ടിയാണ് ഞാൻ. ഇന്നും ഞാൻ കോവിഡിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ ഇന്നും കഥ എഴുതുന്ന കുട്ടിയാണ്. കാരണം അന്ന് ഞാൻ 50 വർഷം മുമ്പ് കഥ എഴുതി. എന്റെ ആദ്യത്തെ 2-3 കഥകൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നപ്പോൾ 60കളുടെ അവസാനങ്ങളൊക്കെ ആദ്യങ്ങളിലൊക്കെ ആ കഥകളെ പ്രത്യേകിച്ച് പരാമർശിച്ച അന്ന് കോവിഡ് പരാമർശിച്ചുകൊണ്ട് വലിയ ലേഖനം എഴുതി. പക്ഷെ അതിനു മുമ്പ് തന്നെ ഞാൻ കോവിഡിന്റെ കഥകളെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കോവിഡിന്റെ കഥകൾ വായിച്ചിരുന്നു. എനിക്ക് കോവിഡിന്റെ കഥകൾ വായിക്കുമ്പോൾ തന്നെ കോവിഡിന്റെ കഥകൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഇഷ്ടമായിട്ടില്ല. ഇങ്ങനെ ഒരാളുടെ കോവിഡിന്റെ പേര് ഇഷ്ടമായിട്ടില്ല. കോവിഡ് എന്താണ് ഈ പേരിലെ കഥ എഴുതുമ്പോൾ എനിക്കതിനൊരു ഇഷ്ടം തോന്നിയിട്ടില്ല. ആദ്യത്തെ കഥ വായിക്കുന്നത് പട്ടാള കഥകളാണ് കോവിഡിന് എഴുതിയിരുന്നത്. പട്ടാള കഥകളിലെ കോവിഡിനെ കുറേ കഥകൾ എഴുതി കോവിഡ്. ആ കഥകളുടെ പേര് പ്രത്യേകം പറയുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ഒരു പട്ടാള കഥാകാരനായിട്ടാണ് ആളുകൾ കണ്ടിരുന്നത്. അദ്ദേഹം ആ പട്ടാള കഥകളിലൊക്കെ പട്ടാള കഥകളുണ്ട്. പട്ടാളത്തെ കുറിച്ച് ജീവിതം പട്ടാളത്തെ കഥകളിൽ എഴുതിയ കോവിഡ് കഥയിൽ വിവരിച്ചിരിക്കുന്നത് ആ കഥകളുണ്ടായിരുന്നത് പട്ടാള ജീവിതമല്ല. കാര്യങ്ങളെ പറ്റിയും പട്ടാളത്തെ പറഞ്ഞത് കോവിഡിനോട് പറഞ്ഞിട്ടുണ്ട്. കോവിഡ് ഈ ഹിമാലയത്തിന്റെ ഒരു വയർലെസ് ഓപ്പറേറ്റർ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഹിമാലയത്തിന്റെ ഈ വയറിൽ കൂടി ഇങ്ങനെ ജീവിതത്തിൽ കൂടി പോകുമ്പോൾ ഒരു നിമിഷം മതി. നിമിഷം അല്ലെങ്കിൽ ഒരു കാമാറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കാൻ ഇതിലേക്ക് പിടിക്കാൻ മരണത്തിന്റെ കഴിഞ്ഞിലേക്ക് ഇറങ്ങിപ്പോകും. ആ കഥയൊക്കെ പറഞ്ഞു. അതൊക്കെ അങ്ങനെയുള്ള കഥകൾ എഴുതിയപ്പോഴും ആ കഥകളിലൊക്കെ കോവിഡിന്റെ കഥകളിലൊക്കെ സാമൂഹ്യ ജീവിതം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ചരിത്രമായിട്ട് മാറി. കോവിഡിന്റെ കഥകൾ ചരിത്രമായിട്ട് മാറി. ഈ സാമൂഹ്യ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു, സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനൊക്കെ ഈ കോവിഡിന്റെ കഥ സാധ്യമാക്കപ്പെട്ട ആളുകൾക്ക് വായിക്കാൻ കുറച്ച് പ്രയാസമാണ്. കോവിഡിന്റെ ഭാഷ എന്ന് പറഞ്ഞപ്പോൾ വിജയത്തിലേക്ക് പറഞ്ഞു. സത്യം പറയുന്നതിനൊരു മാറി വിജയത്തിന്റെ ഭർത്താവ് കോവിഡിന്റെ ഭാഷ ഈ ചെറിയ കല്ലുകൾ ഒരു ഭാഷയുടെ കുഴുക്കുമ്പോഴുള്ള ഒരു അരവരകത്തോ ഭാഷ വളരെ മോശം ഭാഷയാണ്. വായിക്കാൻ പ്രയാസമാണ്. അപ്പൊ അതിന് ഈ കഥകളൊക്കെ കോവിഡ് കഥകളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നു. കോവിഡിന്റെ കഥകൾ ഉയർത്തിക്കൊണ്ടുവന്നത് ഉറുവെഴുതുന്നു, തകഴി എഴുതുന്നു, ബഷീർ എഴുതുന്നു. ഇതൊക്കെ പുതിയ കഥാകൃത്തുകൾ എഴുതുന്നു. ഇതിന്റെ ഈ സമയത്ത് എഴുതുന്ന കോവിഡിന്റെ കഥകളെ ആസ്വദിക്കപ്പെടുന്നില്ല. അപ്പൊ അതിനെ ഉയർത്തിക്കൊണ്ടുവന്നത് MT വാസുദേവൻ. പരേക്കൻ ഭാഷ MT ഒരിക്കൽ പറഞ്ഞു, ഇതിലൊരു കോവിഡിന്റെ കഥകൾ പരേക്കൻ ഭാഷയാണ്. ഇദ്ദേഹത്തിന് ഓരോ വിമാനയം വന്നു. വിമാനം ബസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കോളേജ് പഠിക്കുന്നത് 70കളുടെ ആരംഭത്തിലെ കോളേജ് പഠിക്കുന്ന വിമാനം വന്നുകൊണ്ടിരിക്കുമ്പോൾ MT പറഞ്ഞു, ഞാൻ പറഞ്ഞിങ്ങനെ MTക്ക് ഭയങ്കര ആരാധനയുടെ എഴുത്തുകാരാണ്. MTക്ക് എത്ര ആരാധനയാണ്. ഞാൻ പറഞ്ഞ MT ഇങ്ങനെ ഈ കോവിഡിന്റെ ഭാഷ വായിക്കാൻ പറ്റില്ല, ആരാധനീയമായ ഭാഷയാണ്. ഇതിന്റെ ഭാഷയിൽ മാനസികം ഉണ്ടാക്കണം.
ഭാഷയിൽ മൂല്യങ്ങൾ ഉണ്ടാക്കണം, ഭാഷകൾ ഉണ്ടാക്കണം. ഭാഷയിൽ നമ്മുടെ ചർച്ചയിൽ നമ്മുടെ രചനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ അത് വായിക്കുന്നുള്ളൂ. അത് ഭാഷകളിൽ മോശങ്ങളിൽ ഭാഷയിൽ സാഹിത്യത്തിൽ മാറ്റങ്ങൾ രചനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നതാണ് കോവിലിന്റെ പ്രസക്തി. പിന്നെ അദ്ദേഹത്തെ തമാശയിലും പറയും നേരിട്ട് പറഞ്ഞത് ഈ കോവിലിന്റെ ചിന്തകൾ ഭയങ്കര വിഷമമാണ് വായിക്കാനൊക്കെ. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വിഷമമാണ്, ഉള്ളിൽ ഓരോ കഥകളൊക്കെ വായിക്കുമ്പോൾ വിഷമമുണ്ട്. അപ്പം എനിക്ക് പറഞ്ഞു ഇന്നത്തെ ഹിമാലയൻ പദങ്ങൾ എങ്ങനെയാണ്? ഹിമാലയൻ നോവൽ അവർ വന്നു ഉറുമ്പുകളെ പോലെ, അവർ വന്നു ഉറുമ്പുകളെ പോലെ. എന്താണത്? അവർ വന്നു ഉറുമ്പുകളെ പോലെ. പട്ടാളക്കാരെ വന്നാണ്, പട്ടാളക്കാരിക്ക് നിലനിലോട്ട് വരികയാണ്. അപ്പൊ എന്നോട് എനിക്ക് സമാചരിക്കാൻ ഇല്ല, ഇയാൾക്കും മര്യാദയ്ക്ക് പട്ടാളക്കാരൻ നിലനിലെ വന്നതിനെ പോലെ. അത് ഭാഷയിലുണ്ടാവുന്ന മാറ്റങ്ങളാണ്. അത് നേരത്തെ നമ്മൾ ഞാൻ നമ്മുടെ മുമ്പിൽ വാർത്തകളും പട്ടാളക്കാർ നിരന്തരയായി വന്നു എന്ന് പറഞ്ഞാൽ കോവിൽ എഴുതിയത് അവർ വന്നു ഉറുമ്പുകളെ പോലെ. അപ്പൊ ഒരു മാറ്റമുണ്ടാവുന്നത് നമുക്ക് ആസ്വാദന ജീവിതത്തിന് ഏറ്റവും വലിയ മാറ്റം വരുത്തിയത്. ആ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു വെട്ടിവെച്ചിട്ടാണ്. പട്ടാളക്കാരനായിട്ട് കോവിലാണ്. വായനക്കാരന്റെ ഹൃദയത്തിലേക്ക് മനസ്സിലാക്കില്ല. വായനക്കാരന്റെ ഹൃദയത്തിലേക്ക് വെടിവെച്ചിട്ടാണ് കോവിൽ അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങൾ വായനക്കാരിൽ ഉണർത്തിയത്. അത് വലിയൊരു പരീക്ഷമായിട്ട് മലയാള സാഹിത്യത്തിൽ പരീക്ഷ ഉണ്ടാക്കില്ല, ആരും ഉണ്ടായിട്ടില്ല. ആർക്കൊരു ധൈര്യമില്ല. ആ ധൈര്യം ഉണ്ടായത് ഈ പട്ടാളക്കാരനായിരുന്നു. കോവിഡിന്റെ കഥകളുടെ വലിയ പ്രാധാന്യത്തോടെ എടുത്തു തുടങ്ങിയ കാലത്തുതന്നെ കോവിഡിന്റെ കഥകളുടെ വലിയ പ്രാധാന്യത്തോടെ പറയുന്നത് മാതൃകാലി കോവിഡിന്റെ ഹിമാലയൻ നോവൽ ഏത് നോവൽ വലിയ ഒരു പേര് അനുവദിക്കുന്ന പരസ്യങ്ങളുള്ളത് അത്രയും പ്രാധാന്യത്തിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ കോവിഡിന് ആരും വായിക്കുന്നില്ല, കോവിഡിന് പ്രാധാന്യം തോന്നുന്നു. അതിന്റെ പ്രധാന കാരണം വംശീവാസനാരാണ്. വംശീവാസനായ സാഹിത്യത്തില് എഴുത്തുകാർക്കിടയിൽ ചലനം വ്യത്യാസം മാതൃകയാണോ ഭാഗത്ത് മാതൃകയല്ല ആണോ ഭാഗത്ത് മാതൃകൾക്ക് എതിരായിട്ടുള്ള മാതൃകയല്ല മാതൃകൾക്ക് എതിരായിട്ടുള്ള ഒരവസ്ഥയാണ് ആവശ്യം. മാതൃക എതിരായിട്ടുള്ള ഒരവസ്ഥയാണ് കോവിഡിന്റെ സാഹിത്യകാരൊക്കെ. അപ്പം എനിക്ക് അതിന്റെ വളരെ പ്രാധാന്യത്തോടെ വൃത്തിയെടുത്തു. അന്ന് പ്രശസ്തരായിട്ടുള്ള പല എഴുത്തുകാരും എനിക്ക് അസ്വസ്ഥരായിരുന്നു. മനസ്സിലാവാത്ത ഭാഷ മനസ്സിലാവുന്നില്ല, സംസ്കൃതം മനസ്സിലാവുന്നില്ല, അവരുടെ വേഷ മനസ്സിലാവുന്നില്ല, സാമൂഹ്യ പരിസ്ഥിതി മനസ്സിലാവുന്നില്ല, ചരിത്രം മനസ്സിലാവുന്നില്ല. എങ്ങനെയുള്ള ഒരാൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു? കോവിലിന്റെ അവർ പറഞ്ഞത് കോവിലിന് ഊതി വീഴ്ചിച്ച ഒരു വെലുവണാണ്. കോവിലിന് ഊതി വീഴ്ചിച്ച ഒരു വെലുവണാണെന്ന് ഞാൻ വായിച്ചത്. പ്രശസ്തനായ ഒരു വ്യക്തി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തായിരുന്നു പറഞ്ഞു എഴുതാൻ കാരണം ഊതി വീഴ്ചിച്ച ഒരു ബലവും. പക്ഷെ അദ്ദേഹം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഊതി വീഴ്ചിച്ച ബലൂണല്ല അദ്ദേഹം. അദ്ദേഹം കാര്യങ്ങൾക്ക് ശക്തിയുള്ള എഴുത്തുകാരനാണ്. കാലം തെളിയിച്ചു. ആ കാലം തെളിയിച്ചതിന്റെ പേരാണ് നമ്മളുടെ ഇവിടെ കൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. എങ്കിലും കോവിഡിന് പരിമിതികളുണ്ടായിരുന്നു. അത് പരിമിതികളായിരുന്നു. ഒരു വായിക്കപ്പെട്ടില്ല, അധികം വായിക്കപ്പെട്ടില്ല. എന്തുകൊണ്ട് കോവിഡിന് വായിക്കപ്പെട്ടില്ല? കോവിഡിന് വായിക്കപ്പെടാതിന്റെ കാരണം കോവിഡിന് കുഴപ്പമില്ല. മലയാളികൾക്ക് ഒറ്റ ഒരു തോടെ ഉള്ളൂ. ഒരു വയലിൽ കൂടി പോകുമ്പോൾ ഒരു നേർവഴി കൂടി പോകാൻ പറ്റും, ഇല്ലെങ്കിൽ ഒരു വഴിക്ക് പോകാൻ പറ്റും. പക്ഷെ കോവിഡിന് വേറൊരു വഴികൾ പിടിച്ചു. അതുകൊണ്ട് കോവിഡിന് വായിക്കപ്പെട്ടില്ല. കോവിഡിന് എങ്കിലും വായിക്കപ്പെടാതിരിക്കാൻ കാരണം ഈ പുതിയ രീതികളായ ചിത്രങ്ങളുണ്ട്, ചിത്രങ്ങളുണ്ട്, പുതിയ രീതിയിലുള്ള വായനകൾ
ഉൾപ്പെടെ മലയാള ഭാഷയിൽ ഇന്നും ആവുന്നില്ല, ഇന്നും അന്നും ആയിട്ടില്ല, ഇന്നും ആവുന്നില്ല. പുതിയ പുതിയ ആവശ്യമില്ലേ? നമുക്ക് ഇന്നലെ കണ്ട കാര്യങ്ങളെ ഇന്ന് കാണുന്നത്, ഇന്ന് കാണുന്ന കാര്യങ്ങൾ നമുക്ക് നാളെ കാണുന്നത്, പുതിയ പുതിയ കാര്യങ്ങൾ കാണാനുള്ള ഒരു മനസ്ഥിതി മലയാള മനസ്സിലില്ല. മലയാള മനസ്സിൽ ഇപ്പൊ ദുഷ്ടമാണ്. ഇത്ര കാലങ്ങൾ മുമ്പുള്ളതാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ്. പക്ഷെ ഈ മലയാള മനസ്സിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഓരോരുടെ ഭാഷ മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കുന്ന കുറച്ച് പേരെ കിട്ടുമല്ലോ. പിന്നീട് കാലങ്ങൾ തെളിഞ്ഞു, കാലങ്ങൾ മാറിയപ്പോൾ കോവിഡിന്റെ ഭാഷ, കോവിഡിന്റെ കഥകൾ, കോവിഡ് സംവിധാനങ്ങൾ കോവിഡ് വന്നു. ഇപ്പോഴും ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഈ പറഞ്ഞ എനിക്കിപ്പോഴും കോവിഡിന്റെ ഭാഷ വലിയ പ്രയാസമാണ്. കാരണം ഈ നേരത്തെ പറഞ്ഞില്ലേ, പട്ടാളക്കാർ വന്നു എന്ന് പറഞ്ഞാൽ അവർ വാക്ക് ഉറുമ്പുകൾ പോലെ. നമ്മുടെ പഴയകാലത്ത് തലകമാകയിൽ ചതികൾക്ക് കൊടുക്കുന്ന മാറ്റാണ് കോവിഡിന്റെ ഭാഷ. അനാവശ്യമായ ഭാഷ.